ടി വി പ്രസാദ് കൂടി നമുക്കൊപ്പം ചേരുന്നു. ടി വി പ്രസാദ്, അത്യന്തം ഗുരുതരമായ പ്രയോഗമാണ് നടത്തിയിരിക്കുന്നത്. ജനങ്ങളുടേത് അതിശയിപ്പിക്കുന്ന പെരുമാറ്റമാണ്. പാവപ്പെട്ടവനായി പണക്കാരൻ അഭിനയിക്കുന്നുവെന്നാണ്. ആരെക്കുറിച്ചാണ് പറയുന്നത്? സർക്കാർ ആശുപത്രിയിൽ വരാന്തയിൽ കിടക്കുന്ന രോഗികളെക്കുറിച്ച്, ഈ പ്രിയദർശിനി ബസ്സിൽ യാത്ര ചെയ്യുന്നവരെ കുറിച്ച് സംസ്ഥാനത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രി പറയുകയാണ്. പണക്കാരൻ പാവപ്പെട്ടവരായിട്ട് അഭിനയിക്കുകയാണ്. കാര്യം കുട്ടികളെ പ്രൈവറ്റ് സ്കൂളിൽ ചേർക്കുന്നതിനെ കുറിച്ചുള്ള വിമർശനമാണ്. സ്വകാര്യ ബസ് ഉടമകളെ പ്രോത്സാഹിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും വേണ്ടിയാണെങ്കിലും പറഞ്ഞത് കടന്ന കൈയായിപ്പോയില്ലേ? ഉറപ്പായും അരുൺ, എന്തുകൊണ്ടാണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പ്രതികരണം വന്നത് എന്ന കാര്യമാണ് മനസ്സിലാവാത്തത്. അരുൺ, ഇത് തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിരുന്നതാണ് കടുത്ത പ്രതിസന്ധി KSRTCക്ക് ഉണ്ടാകും എന്നുള്ള കാര്യം. പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ടുള്ള ഒരു സംവിധാനത്തിലേക്കാണ് അന്ന് പോവുകയും ചെയ്ത്. അതേസമയം തന്നെ ഇതിനെ വിവിധ വിഭാഗങ്ങളായി തിരിക്കുമോ, എത്ര വലിയ ശമ്പളം കിട്ടുന്ന ആൾക്കും ഇതുപോലെ സൗജന്യമായി യാത്ര ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ ചോദിച്ച സമയത്ത് ആ സ്ത്രീകളായാൽ മതി, മറ്റൊരു വ്യത്യാസവുമില്ല എന്ന് പറഞ്ഞ അതേ മന്ത്രിയാണ് ഈ വർത്തമാനം ഇപ്പോൾ പറയുന്നത് എന്നുള്ളതാണ്. അരുൺ, നമുക്ക് അറിയാവുന്നതുപോലെ പല സ്ത്രീകളും ഈ ബസ്സുകളിൽ, അതായത് സൗജന്യ യാത്ര അനുവദിച്ചിട്ടുള്ള ബസ്സുകളിൽ പണം കൊടുത്ത് യാത്ര ചെയ്യാൻ തയ്യാറാണ്. അതായത് കൂടുതൽ ശമ്പളം വാങ്ങിക്കുന്നവരൊക്കെ, അതായത് ഈ ഓർഡിനറി ബസ്സുകൾ മാത്രമുള്ള റൂട്ടുകളിൽ മറ്റു ഗതിയില്ലാതെ ഇതിനകത്തേക്ക് കയറുകയും സൗജന്യം മാത്രം അനുഭവിച്ച് ഇറങ്ങി വരേണ്ടി വരുന്നവർ പരസ്യമായി നേരത്തെ പലതവണ പറഞ്ഞിട്ടുള്ളതുമാണ്. പക്ഷേ ആ സമയത്ത് ഇതേ CP ജോൺ, മന്ത്രിയായിട്ടുള്ള CP ജോൺ പറഞ്ഞത് ഒരു കാരണവശാലും പണം വാങ്ങിക്കാനുള്ള ഒരു സംവിധാനം ഈ ബസ്സിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞ മന്ത്രിയാണ് അരുൺ ഇതേ വർത്തമാനം പറയുന്നത് എന്നതാണ്. ഏത് സാഹചര്യത്തിലാണ് ഇത് പറഞ്ഞത് എന്ന കാര്യം നമുക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ ഒരു ചോദ്യം മന്ത്രിയോട് ഉണ്ടായിട്ടില്ല. ഇതൊരു പ്രസംഗമാണ്. പ്രസംഗത്തിൽ പറയണമെങ്കിൽ സ്വാഭാവികമായി മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കണം. അങ്ങനെ മുൻകൂട്ടി നിശ്ചയിച്ച് ഇങ്ങനെ പറയാനുള്ള എന്ത് സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടായത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ UDF സർക്കാരിന്റെ ഭാഗമായി മന്ത്രിയായി നിൽക്കുന്ന CP ജോണിന്റെ ഭാഗത്തുണ്ടായ ഈ പ്രസ്താവനയ്ക്കെതിരെ വലിയ രോഷം ഉയർന്നു വരാനുള്ള സാധ്യത പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ട് അരുൺ. കാരണം ഒരു കാരണവശാലും ഒരു മലയാളിക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു വർത്തമാനം തന്നെയാണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്നിപ്പോൾ ഉണ്ടായിട്ടുള്ളത്.